വേനൽ മുതൽ ഇടവപ്പാതി വരെ 14 സിനിമകൾ. കലാപഭരിതമായ 70കൾ പിന്നിട്ട് ഇന്ത്യൻ മധ്യവർഗത്തെപ്പറ്റിട്ട 80കളുടെ തുടക്കത്തിൽ ലെനിൻ രാജേന്ദ്രനിലെ ശരിക്കുള്ള ചലച്ചിത്രകാരൻ പിറന്നു. വേനലെന്ന ആദ്യ ചിത്രത്തിൽ 80കളിൽ ലെനിൻ നിന്നു പെയ്തു 7 സിനിമകൾ. വേനലും ചില്ലും പ്രേം നസീറിനെ കാണുവാനില്ലെന്ന നസീർ ചിത്രവും, മീനമാസത്തിലെ സൂര്യനും സ്വാതി തിരുനാളും പുരാവൃത്തവും വചനവുമുണ്ടായി. പ്രയത്നവും പ്രവാസവും കൊണ്ട് ഇന്ത്യ മാറിയ വർഷങ്ങൾ. മാരുതി 800cc-യും കളർ ടിവിയും ഏഷ്യൻ ഗെയിംസും രാമായണം മഹാഭാരതം ടെലി സീരിയലുകളും വന്ന ദശകം. ഇന്ത്യൻ മധ്യവർഗം അതിൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ലെനിൻ ഒരു പുറത്ത് നഷ്ടലാളിത്യങ്ങളുടെ കഥകളും മറുപുറത്ത് ചരിത്രവും രാഷ്ട്രീയവും പ്രമേയമാക്കി. പുരാവൃത്തവും സ്വാതി തിരുനാളും മീനമാസത്തിലെ സൂര്യനുമൊഴികെ ആ ദശകത്തിലെ സിനിമകൾ നടപ്പുകാല കഥകൾ പറഞ്ഞു. മധ്യവർഗം ശരിക്കും ഗ്ലോബലായ 90കളിൽ ലെനിന് വെറും 2 സിനിമകൾ: ദൈവത്തിൻ്റെ വികൃതികളും കുലവും. ബഹുദൂരമകലമുള്ള 2 കാലങ്ങളുടെ വേർപാടിൻ്റെ 2 കഥകൾ. മയ്യഴിയെ മറക്കാത്ത അൽഫോൺസച്ചനും ചരിത്രത്തിലൊറ്റയ്ക്കായ സുഭദ്രയും. പുതിയ സഹസ്രാബ്ദം പുതിയ സിനിമകളെ ജനിപ്പിക്കുമ്പോൾ ലെനിൻ ചിത്രങ്ങളുടെ ഭാഷയും മാറിത്തുടങ്ങി. സഹസ്രാബ്ദത്തിലെ ആദ്യ ലെനിൻ ചിത്രമായി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി മഴയായി പെയ്തു. 80കളിലെ ലെനിൻ ചിത്രങ്ങളുടെ ഛായ വീണ്ടും മഴയിൽ തിളങ്ങി. രാത്രിമഴയിലും മകരമഞ്ഞിലും ഇടവപ്പാതിയിലും ലെനിൻ എന്ന നാടകക്കാരൻ ഉണർന്നു. സിനിമ മിഥോളജിയോടടുത്തു. 90കളിലെ അൽഫോൺസച്ചന് ശേഷം 2017 ദേശസ്വത്വം മാഞ്ഞില്ലാതാകുന്ന വംശാവലികളുടെ അവസാന കഥ പറഞ്ഞ് ലെനിൻ രാജേന്ദ്രൻ എന്ന ചലച്ചിത്രകാരൻ പിൻവാങ്ങി. പക്ഷേ ആ സിനിമകൾ തലമുറകളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു.